ദിസ്ന സുരേഷ് കൂടി ചേരുകയാണ്. ദിസ്ന, നമ്മൾ പറഞ്ഞാൽ തീരാത്തത്ര പുസ്തകങ്ങളും അത്രയധികം പുരസ്കാരങ്ങളും ഒക്കെ മലയാളികൾക്ക് സമ്മാനിച്ചാണ് MD വിട പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ജ്ഞാനപീഠ ജേതാവാണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ച 4 കെട്ട് നോവൽ, അത് നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. ഗോപുരനടയിൽ എന്നീ കൃതികളും 4 കെട്ട് ഗോപുരനടയിൽ എന്നീ കൃതികളാണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തത്. വയലാർ അവാർഡ് ലഭിച്ചത് 2-ാം ഊഴത്തിനായിരുന്നു. പിന്നീട് മുട്ടത്ത് വർക്കി അവാർഡ് നിർമാല്യത്തിന് മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിക്കുന്നു. തിരക്കഥയ്ക്കുള്ള സംസ്ഥാന ദേശീയ അവാർഡുകൾ പലതവണ അദ്ദേഹം അർഹനായി. നിരവധി പുസ്തകങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഞ്ഞ്, അസുരവിത്ത്, വിലാപയാത്ര, പാതിരാവും പകൽ വെളിച്ചവും, അറബിപ്പൊന്ന്, വാരണാസി, ഇരുട്ടിൻ്റെ ആത്മാവ്, ഓളവും തീരവും, കുട്ടിയടത്തി, വാരിക്കുഴി, പതനം, ബന്ധനം, വാനപ്രസ്ഥം, ആൾക്കൂട്ടത്തിൽ തനിയെ, മനുഷ്യ നിഴലുകൾ തുടങ്ങി പറഞ്ഞാൽ തീരാത്തത്ര പുസ്തകങ്ങൾ എഴുതി മലയാളികളെ കൊണ്ട് കഥകൾ വായിപ്പിച്ച കഥാകാരൻ ദിസ്ന സുരേഷ്. വിനോദ് MD എന്ന സുഹൃതാക്ഷരം ഇനി ദീപ്തമായ ഓർമ്മയാണ്. ആ ശരീരം അഗ്നിനാളങ്ങൾ അല്പസമയം മുൻപ് ഏറ്റുവാങ്ങിയ കാലം എത്ര പിന്നിട്ടാലും പക്ഷെ ആ എഴുത്തിൻ്റെ മഹാനുഭാവന് മരണമില്ല എന്ന് മാത്രമാണ് ഈ അവസാന നിമിഷത്തിൽ എനിക്ക് പറയുവാൻ സാധിക്കുന്നുള്ളൂ. അതായത് ആളുകളൊക്കെ തന്നെയും ഒഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അവർ തിരിച്ചു പോകുന്നത് MD എഴുതി വെച്ച മനോഹരമായ കഥാപാത്രങ്ങളുടെ കൈപിടിച്ചാണ് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. പലരും ആ കഥാപാത്രങ്ങളെ കൂടെ കൊണ്ടുപോകുന്നു. അവരുടെ ഓർമ്മകളിലൊക്കെ തന്നെയും MT വാസുദേവൻ നായർ എന്ന ആ വ്യക്തി ജീവിക്കുന്നത് അദ്ദേഹം രചിച്ച കഥാപാത്രങ്ങളിലൂടെയാണ്. അത് എത്രയോ മനോഹരമായ കാഴ്ചയാണ് വിനോദ്. കൂടാതെ തന്നെ പറയാൻ കഴിയുന്നത് അതൊരു എഴുത്തുകാരന് കിട്ടുന്ന ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ നിമിഷം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് എല്ലാവരും ഒഴിഞ്ഞു പോയിരിക്കുന്നു. അദ്ദേഹം ദീപ്തമായ ഓർമ്മയായി ഇനി എല്ലാവരുടെ മനസ്സിലും നിലനിൽക്കും എന്നതാണ് യാഥാർത്ഥ്യം. അവസാന നിമിഷം പ്രാർത്ഥനയോടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ കണ്ടു. ഏറ്റവും അതായത് കാണുമ്പോൾ ഒരു ദേഷ്യമുള്ള മുഖഭാവം ഉണ്ടെങ്കിൽ കൂടിയും നിഷ്കളങ്കനായ ഒരു കുട്ടിത്തമുള്ള ഒരു മനസ്സ് MTയിൽ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. പാലക്കാട് നിന്ന് കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് അദ്ദേഹം വരുന്നു. കോഴിക്കോടിൻ്റെ മഹാനായ വ്യക്തിയായി MT മാറി എന്നതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. ആ സത്യത്തെ ഒരിക്കലും ആർക്കും എതിർക്കുവാൻ കഴിയില്ല. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ നിരവധി പുരസ്കാരങ്ങൾ, ആ പുരസ്കാരങ്ങളിലൊന്നും തന്നെ അദ്ദേഹം വലിയ രീതിയിൽ ആനന്ദം പ്രകടിപ്പിക്കുകയൊന്നും ചെയ്തിരുന്നില്ല. കാരണം തൻ്റെ എഴുത്തുകൾ, താൻ വിമർശിക്കേണ്ട വഴികൾ ഒക്കെ തന്നെയും അദ്ദേഹത്തിന് സുപരിചിതമായിരുന്നു. വ്യക്തമായ നിലപാടുകൾ അദ്ദേഹം പല കാര്യത്തിലും എടുത്തിരുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഈ നിമിഷത്തിൽ പറയാൻ കഴിയുക. MT എന്ന സുഹൃതാക്ഷരം ഇനി ദീപ്തമായ ഓർമ്മ. ആ ശരീരം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു. കാലം എത്ര പിന്നിട്ടാലും എഴുത്തിൻ്റെ ആ മഹാനുഭാവന് മരണമില്ല എന്നത് തന്നെയാണ് ഈ നിമിഷത്തിൽ പറയാൻ കഴിയുന്നത്. അതായത് ആയിരക്കണക്കിന് ആളുകളാണ് ഈ MTയെ അവസാനമായി ഒന്ന് കാണുവാൻ എത്തിയത് എന്ന് തന്നെയാണ്. എന്നാൽ മരണത്തിനും തൻ്റെ മരണശേഷവും തനിക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്യരുത് എന്ന ഒരു നിബന്ധന കൂടി അദ്ദേഹം വെച്ചിരുന്നു എന്നതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. പൊതുദർശനം പാടില്ല എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല, ഒരു യന്ത്രത്തിൻ്റെ സഹായത്തോടെയും തൻ്റെ ശ്വാസത്തെ നിലനിർത്തരുത് എന്നൊരു കാര്യവും MT വാസുദേവൻ നായർ എന്ന എഴുത്തുകാരൻ, മഹാപ്രതിഭ പറഞ്ഞിരുന്നു എന്ന് തന്നെയാണ്. MTയെ ഇനി വരും തലമുറകൾ MTയുടെ കഥകൾ വായിക്കുമ്പോൾ, ആ അക്ഷരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ MTയെ ഓർമ്മിക്കും എന്നതിന് ഒരു തർക്കവും നിലനിൽക്കുന്നില്ല എന്നത് തന്നെയാണ് വിനോദ് ഈ നിമിഷത്തിൽ പറയാൻ കഴിയുന്നത്. അതായത് ഓരോ അക്ഷരങ്ങളെയും അകാൽപ്പനികമായ രീതികളൊന്നും തന്നെ ഇല്ലാതെ യഥാർത്ഥമായ എഴുത്തുകൾ കൊണ്ട് ആവിഷ്കരിച്ച വ്യക്തി തന്നെയാണ് MT വാസുദേവൻ നായർ. വാക്കുകൾക്ക് അതീതമാണ് അദ്ദേഹത്തെ വിവരിക്കുവാൻ എന്ന് ഞാൻ ഈ നിമിഷത്തിലും പറയുകയാണ്. കാരണം അദ്ദേഹത്തെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്, ആ വിലയിരുത്തലുകൾക്കൊക്കെ ഉത്തരമാണ് അദ്ദേഹത്തെ കാണുവാനായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് രാഷ്ട്രീയ, ജാതി, ഭേദമന്യേ വന്ന നിരവധി ആളുകൾ
അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട MTയെ അവസാനമായി ഒന്ന് കാണണമെന്ന ആഗ്രഹം തന്നെയായിരുന്നു അവർക്കൊക്കെയും ഉണ്ടായിരുന്നത്. ദീപ്തമായ ഓർമ്മകളിൽ ഇനി MT ജീവിക്കും, MT ഇനി ജീവിക്കുക ഓരോ കഥാപാത്രങ്ങളിലൂടെയാണ്. അത്തരത്തിൽ അതായത് മരണത്തിന് പോലും തോൽപ്പിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തി തന്നെയാണ് MT വാസുദേവൻ നായർ എന്ന് വളരെ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും. ജീവിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ ജീവിച്ചുകൊണ്ടേയിരിക്കും. കാലങ്ങൾ കഴിഞ്ഞാലും അത് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കും. അക്ഷരങ്ങൾക്ക് ഒരിക്കലും നാശം സംഭവിക്കില്ല എന്നത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അക്ഷര ലോകത്തേക്ക് MT പുതിയ തലമുറയെ കൈപിടിച്ചു കൊണ്ടുപോകും. അപ്പോഴും അവർ ആലോചിക്കുക എന്താണെന്ന് വെച്ചാൽ, അതായത് ആരാണ് ഈ എഴുത്തുകൾക്ക് പിന്നിൽ, ഇത്തരത്തിലുള്ള സാഹിത്യകൃതികൾ എഴുതിയത് ആരാണ് എന്ന ചോദ്യവും ഒക്കെ തന്നെയും ഈ പുതുതലമുറയ്ക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ കഥാതന്തുക്കളിൽ നിന്നെടുത്ത നിരവധി ഏടുകൾ തന്നെയാണ് MTയെ പ്രഗത്ഭനാക്കിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഒത്തിരി 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 എഴുത്തുകൾ, ആ എഴുത്തുകളെയൊക്കെ തന്നെയും എങ്ങനെയാണ് ഞാൻ വർണ്ണിക്കുക എന്നെനിക്കറിയില്ല. നാലുകെട്ട്, മഞ്ഞു തുടങ്ങിയ എഴുത്ത് രീതികളൊക്കെ തന്നെയും അതിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ നിന്നെടുത്ത സാഹചര്യം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, മണ്ണിൻ്റെ മുമ്പുള്ള എഴുത്തുകൾ, അല്ലെങ്കിൽ ഹൃദയത്തെ ഏറെ ചാലിക്കപ്പെടുന്ന എഴുത്തുകൾ എന്നൊക്കെ തന്നെയും നമ്മൾ പറയില്ലേ, അതുപോലെയായിരുന്നു, അല്ലെങ്കിൽ അതുപോലെയാണ് MTയുടെ എഴുത്തുകൾ എന്നത്. ദീപ്തനാളമായി അദ്ദേഹം തിളങ്ങുമ്പോഴും MT എന്ന മഹാ വ്യക്തിത്വത്തെ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരുപിടി നല്ല കഥാപാത്രങ്ങളെ MT സമ്മാനിച്ചിട്ടുണ്ട്. കഥാപാത്രങ്ങൾ മാത്രമല്ല, സിനിമാ രംഗത്തായാലും അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകളെ എടുത്തെടുത്ത് പറയേണ്ടതുണ്ട് വിനോദ്. അവയൊക്കെ തന്നെയും വാക്കുകൾക്ക് അതീതമാണ്. MTയുടെ എണ്ണമറ്റ ചിത്രങ്ങൾ വാക്കുകൾ അതീതമാണ്. എനിക്ക് ഏറ്റവും വൈകാരികമായി തോന്നിയ ഒരു നിമിഷം എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ മമ്മൂട്ടി പങ്കുവെച്ചൊരു ചിത്രം, അത് എത്രത്തോളം ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതാണെന്ന് പറയാതെ വയ്യ. അതായത് എൻ്റെ തോളിലേക്ക് അദ്ദേഹം ചായുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു മകനായി മാറി ാണ് ഈ മമ്മൂട്ടി സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ എഴുതിയത് എന്ന് തന്നെയാണ്. നമുക്കറിയാം, കൂടല്ലൂരിന്റെ കഥാകാരനിൽ നിന്നും മലയാളത്തിന്റെ അഭിമാനമായി ഉയർന്ന അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമമർപ്പിക്കാൻ നിരവധി ആളുകളാണ് വസതിയായ സിത്താരയിലേക്കും ഒഴുകിയെത്തിയത്. സങ്കടക്കടൽ തന്നെയായിരുന്നു. ഒരുപാട് ആളുകൾ നിറയെ എവിടെയും മാറി മാറി നിന്ന് MTയുടെ എഴുത്തുകളെ പ്രശംസിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായത്. കല, സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയം എന്ന എല്ലാ മേഖലകളിലും ജാതി, മത, ലിംഗ വ്യത്യാസമില്ലാതെ അവിടെ ഒരുപാട് ആളുകൾ എത്തി എന്നത് തന്നെയാണ് പറയാൻ കഴിയുന്നത്. എഴുത്തിന്റെ സൗന്ദര്യം ഹൃദയത്തോട് ചേർത്ത് വെച്ചവരും അക്ഷരപുണ്യത്തിന് പ്രണാമം അർപ്പിക്കാൻ ഒന്നായി ഒഴുകിയ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. വാക്കുകൾ കൊണ്ട് ഇന്ദ്രജാലം തീർത്ത പ്രതിഭയെ വൈകാരികമായ വാക്കുകൾ കൊണ്ടാണ് എല്ലാവരും ഓർത്തെടുത്തത്. അതായത് നമ്മൾ കണ്ടു, കുട്ടിയേടത്തി അടക്കം അവരുടെ കഥാപാത്രത്തെ, അതായത് വാസുവേട്ടൻ എന്ന ആ ഒരു വിളി ഉണ്ടായിരുന്നു അവരുടെ, അതായത് മരിക്കാതിരിക്കുവാൻ ഞാൻ പള്ളിയിൽ വരെ പ്രാർത്ഥനകൾ നേർന്നിരുന്നു എന്ന് പറഞ്ഞു. അത്തരത്തിൽ MT സുപരിചിതനായി, എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു MT വാസുദേവൻ എന്നത് തന്നെയാണ് പറയാൻ കഴിയുന്നത്. പകരം വെക്കാനില്ലാത്ത വിധം അനുഭവമാണ് ആ ധന്യ ജീവിതം എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിരുന്നു പിന്നീടുള്ള ഓരോ നിമിഷങ്ങളും. നമുക്കറിയാം, ഇന്നലെ രാത്രി മരണം സ്ഥിരീകരിക്കുന്നു. പിന്നീട് അവിടേക്ക് രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രമുഖരിലുപരി സാധാരണക്കാരായ ആളുകൾ, പച്ചയായ ജീവിത ഗന്ധിയുള്ള അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ വായിച്ച അനവധി ആളുകളാണ് അവിടേക്ക് ഒഴുകിയെത്തിയത് എന്ന് തന്നെയാണ്. അതായത് നമ്മുടെ ജീവിതത്തോടൊക്കെ തന്നെ നേരെ സാദൃശ്യമുള്ള കഥാപാത്രങ്ങൾ, വൈകാരികമായ നിമിഷങ്ങൾ, പ്രണയമാവാം, സങ്കടമാവാം, ദേഷ്യമാവാം, ഏതൊരു വൈകാരികമായ നിമിഷത്തെയും തൻ്റെ തൂലികത്തുമ്പാൽ അദ്ദേഹം മായാജാലവും ഇന്ദ്രജാലവും ഒക്കെ തന്നെയും തീർക്കുകയായിരുന്നു. അത് ഹൃദയത്തിൻ്റെ ഇടനാഴികളിൽ മലയാളികൾ കോറിയിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. ആ എഴുത്ത് ഒരിക്കലും ഒരാൾക്കും മായ്ക്കാൻ കഴിയില്ല. വാക്കുകൾക്ക് അതീതമായ എഴുത്തു തന്നെയാണ് MT വാസുദേവൻ നായരുടേതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ സർഗപ്രതിഭയ്ക്ക് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തന്നെയാണ് കേരളം യാത്രാമൊഴി നൽകിയത്. മലയാണ്മയിൽ വാക്കുകൾ കൊണ്ട് ഇന്ദ്രജാലം തീർത്ത പ്രതിഭയെ വൈകാരികമായ വാക്കുകൾ കൊണ്ട് എല്ലാവരും ഓർത്തെടുക്കുന്ന ഒരു കാഴ്ച, അത് ഏറെ വിതുമ്പലോടെ മാത്രമേ എല്ലാവർക്കും കണ്ടു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. 1933 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ ജനിച്ച മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ വിശ്വത്തോളം വളർന്നത് കോഴിക്കോടിന്റെ മണ്ണിലായിരുന്നു വിനോദ്. അവിടെ നിന്ന് അദ്ദേഹം കെട്ടിപ്പൊക്കി അദ്ദേഹം
ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ കഷ്ടപ്പാടുകളെ കഥകളാക്കി തൂലികത്തുമ്പാൽ ആളുകൾക്ക് വായനയുടെ മാസ്മരിക ലോകമാണ് അദ്ദേഹം പകർന്നു തന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കഥാകാരൻ, പത്രാധിപർ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, തൊട്ടതെല്ലാം പൊന്നാക്കിയ മഹാനുഭാവനായിരുന്നു അദ്ദേഹം. ചൂരും പകർന്ന മണ്ണ് തന്നെയാണ് കോഴിക്കോട് എന്നത് തവണ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയം കൊണ്ടാണ് കോഴിക്കോട്ടുകാർ അദ്ദേഹത്തിന് വിട നൽകിയത്. കോഴിക്കോട്ടുകാർ എന്ന് മാത്രം പറയാൻ കഴിയില്ല, ഹൃദയം കൊണ്ട് അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകി. സാഹിത്യ ലോകം എന്ന് മാത്രമല്ല, ഈ ലോകത്ത് MT വാസുദേവൻ നായരെ പ്രണയിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഹൃദയം കൊണ്ടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. MT എന്ന ദയാക്ഷരം മലയാളത്തിൻ്റെ കഥാകാരൻ, എക്കാലത്തെയും വിശ്വസാഹിത്യത്തിന് മലയാളത്തെ അടയാളപ്പെടുത്തിയ സാഹിത്യകാരനാണ് വിട പറഞ്ഞത്.